നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്പി സ്വീറ്റ് പൊട്ടറ്റോ കുക്കീസ് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കിലോ സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം. ഈ കപ്പക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് എല്ലാം എടുക്കണം. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം, ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. 1 കിലോ കപ്പക്കിഴങ്ങിന് ഞാൻ 2 ഗ്ലാസ് വെള്ളം വെച്ച് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ച് വേണം നമുക്കിത് എടുക്കാം. അപ്പം നമ്മുടെ ഇത് വെന്തോന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ശകലം വെള്ളത്തോടു കൂടി വേണം നമുക്കിത് ഇറക്കാൻ. എന്നാലേ നമ്മുടെ ഈ പൊടിയും കൂടി ഇതിലിടാൻ ഒക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശകലം വെള്ളവും ഉണ്ട്. ഇത് നമുക്കിത് ഇറക്കാം. ഇതിലോട്ടൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ടേബിൾ സ്പൂണിന് 5 സ്പൂൺ ഞാൻ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇടിയപ്പത്തിന്റെ പൊടി അത് ഒരു 5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഇതിൽ ചേർക്കത്തുള്ളൂ, വേറെ ഒരു സാധനം ഇതിൽ ചേർക്കത്തില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ഒരു 10 മിനിറ്റോളം നമ്മളിത് വേകാൻ വെക്കണം. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. 2 പൊടി ഇട്ട്, കോൺഫ്ലവറിന്റെ ഇട്ട്, അരിയുടെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ ഇത് നന്നായിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇപ്പൊ ചൂടായതുകൊണ്ട് ഈ തവി കൊണ്ട് നമ്മൾ ഉടക്കുക. ലാസ്റ്റ് നമുക്ക് കൈ വെച്ചത് കുഴച്ചെടുക്കണം. ഇതിപ്പം നല്ല ചൂടാണ്. ഇതൊന്ന് തണുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. അതൊന്ന് തണുക്കട്ടെ. നമുക്ക് 5 മിനിറ്റത്തേക്ക് ഇത് അടുത്തൂടെ വെക്കാം. തണുക്കട്ടത് ഇപ്പൊ തണുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. അത്രയ്ക്കങ്ങ് ഒരുപാടങ്ങ് തണുത്ത് ഇതാക്കണമെന്നില്ല. നമ്മുടെ കൈ തൊടാനുള്ള പരുവത്തിനായിട്ട് നമുക്കിനി ഇങ്ങനെ കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എങ്ങനെ കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കുക. ഈ തരിയൊന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവോ അല്ലെന്നൊരു
പത്തിരിപ്പൊടിയുടെയോ നൈസായിട്ടുള്ള പൊടി വേണം ഇതിന് വേണ്ടി. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിന് ബോളാക്കാം. ഇങ്ങനെ ബോളാക്കി എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാം എടുത്ത് വെക്കാം. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഷേപ്പിലെല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെല്ലാം തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു ശകലം ഓയിലൊഴിച്ച് ഓയിലെല്ലാം തടവിക്കും. എല്ലാം ഇതിലോട്ടിടാം. സിമ്മാക്കി വെക്കണം. ഗ്യാസ് ഓവർ ഫ്ലെയിം വെക്കേണ്ട, സിമ്മാക്കി വെക്കണം. പുറത്ത് ഇച്ചിരി ഓയിൽ തടവിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് കയറി. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം.
അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. ഇതിനകത്ത് ഷുഗറോ മറ്റൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ആർക്കും ഇച്ചിരി ഇങ്ങോട്ട് നീക്കി കൊടുക്കാൻ നന്നായിട്ട് കിട്ടും. ഇവിടെ ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും. ഇത് നന്നായിട്ടെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. 2 വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയതിൻ്റെ. നല്ല മണമുണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ. അടുത്തത് ഇട്ട് കൊടുക്കണം. എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതാണ് ക്രിസ്പി സ്വീറ്റ് പൊട്ടറ്റോ കുക്കീസ്. ഇതെനിക്ക് 1 കിലോ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഒരു 30 എണ്ണം ഇതല തീർന്നിട്ടുണ്ട്. 30 ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതേട്ടനൊരെണ്ണം ഒന്ന് കഴിച്ച് നോക്കിക്കുക. എടുത്ത് എങ്ങനെ ഉണ്ടെന്ന് ഒരെണ്ണം അതിൽ നിന്ന് എടുത്ത് കഴിച്ച് ഒന്ന് തിരിച്ചിട്ട് വെക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് മധുരവും ആ കപ്പക്കിഴങ്ങിന്റെ മധുരം നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് ആവശ്യമില്ല ഒരുപാട് സാധനങ്ങളും ഒന്നും ആഡ് ചെയ്യത്തില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഇത് ശരിയാക്കുന്നവര് വീണ്ടും വീണ്ടും ശരിയാക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയതിന്റെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ പാചക വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കാണുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.